കനത്ത മഴയിൽ തൃശൂർ കുതിരാൻ തുരങ്കത്തിൽ നേരിയ മണ്ണിടിച്ചിൽ. പടിഞ്ഞാറേ തുരങ്കമുഖത്തിന് മുകളിലായാണ് നേരിയ തോതിൽ മണ്ണിടിഞ്ഞത്. പാറക്കെട്ടിന് മുകളിൽ മണ്ണും മരങ്ങളും ഉൾപ്പെടുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിൽ തുടങ്ങിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി OJ ജനീഷും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനും വ്യക്തമാക്കി. ഇപ്പോഴത്തെ നിർദ്ദേശം ഫോറസ്റ്റിന്റെ ആളുകളും NH-ന്റെ എഞ്ചിനീയേഴ്സും കയറി തുടങ്ങിയിട്ടുണ്ട് മുകളിലേക്ക്. താഴെ നിന്ന് നോക്കിയിട്ട് നമുക്ക് ആദ്യം പറഞ്ഞ കൺക്ലൂഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു മുകളിൽ കയറിയിട്ട് വെള്ളത്തിന്റെ ഏതെങ്കിലും ചാല് ബ്ലോക്ക് ആയിട്ടുണ്ടോന്നും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ടോന്നുമാണ് പ്രാഥമികമായിട്ട് പരിശോധിക്കുന്നത്. ഇത് കൂടാതെ അവരുടെ സൈഡിൽ ഇപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ GEC-യിൽ ചോദിച്ചിട്ടുണ്ട് ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറെ. അതുകൂടാതെ GSI-യിൽ നിന്ന് ഒരു എഞ്ചിനീയറെ കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ ജിയോളജിസ്റ്റിന്റെ ടീമും ഇപ്പോൾ എത്തും. മാത്രമല്ല, ഇതിന്റെ രണ്ട് ഭാഗങ്ങൾ പോകുന്ന വഴിയിലും ചെറിയ മണ്ണിടിച്ചിലുള്ള സാധ്യതകളൊക്കെ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതുകൂടി പരിശോധിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു ടീം എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഈ സൈറ്റിനാണ്. ഇപ്പൊ ഇങ്ങനെ മഡ് സ്ലൈഡ് വന്നിരിക്കുന്നത് കൊണ്ട് അതിനുശേഷം നമ്മൾ ഈ സ്ട്രെച്ചിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അതെല്ലാം പരിശോധിപ്പിക്കും. ഷബാസ് ചേരുന്നു. ഷബാസ്, കളക്ടർ പറയുന്നതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ്? പ്രദേശത്തൊരു ജാഗ്രത വേണമല്ലോ അല്ലെ, തുടർ ദിവസങ്ങളിലുമൊക്കെ? തീർച്ചയായും റോഷ്നി, ജാഗ്രത വേണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നിലവിൽ അറിയിക്കുന്നത്. ഇന്നലെ രാത്രി തൃശ്ശൂരിൽ കനത്ത മഴ പെയ്തിരുന്നു. ഈ മഴയ്ക്ക് പിന്നാലെയാണ് തൃശ്ശൂർ കുതിരാൻ തുരങ്കത്തിൽ, ഇരട്ട തുരങ്കത്തിൽ ഇത്തരത്തിലൊരു ചെറിയ നേരിയ തോതിലുള്ളൊരു മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇരട്ട തുരങ്കമുഖത്തിന്റെ പടിഞ്ഞാറേ തുരങ്കമുഖത്തിന് മുകളിലായാണ് ഇത്തരത്തിലൊരു നേരിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. അതായത് കുറച്ച് മണ്ണ് ഊർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. രണ്ട് തുരങ്കങ്ങൾക്കും നടുവിലൂടെയാണ് ഈ മണ്ണ് വീണത്. അതിനാൽ തന്നെ വലിയ ഗതാഗത തടസ്സമൊന്നും ഉണ്ടായില്ല. ഇപ്പോഴുണ്ടായത് നേരിയ ഒരു മണ്ണിടിച്ചിലാണ്. പക്ഷേ കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവിടെയുള്ള നാട്ടുകാരും മറ്റുമൊക്കെ പറയുന്നത്. ഈ തുരങ്കമുഖത്തിന് മുകളിലായി പാറയുണ്ട്. ആ പാറയ്ക്ക് മുകളിൽ മണ്ണും മരങ്ങളുമായി നിൽക്കുന്ന ഭാഗത്താണ് ഇങ്ങനെ മണ്ണ് ഊർന്ന് ഇറങ്ങി തുടങ്ങിയത്. അതിനാൽ തന്നെ കൂടുതൽ പരിശോധനകൾ അവിടെ വേണ്ടതുണ്ട്. രാവിലെ മന്ത്രി OJ ജനീഷും ഒപ്പം തന്നെ ജില്ലാ കളക്ടറും അടക്കം സ്ഥലം സന്ദർശിച്ചിരുന്നു. കളക്ടർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ദേശീയപാത അതോറിറ്റി അറിയിക്കുന്നത് പ്രകാരം വലിയ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല, ചെറിയൊരു മണ്ണിടിച്ചിൽ മാത്രമാണ് എന്നാണ്. പക്ഷേ കൂടുതൽ പരിശോധനകൾ അവിടെ നടത്തുമെന്നാണ് കളക്ടർ അറിയിച്ചത്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു സംഘത്തെ തന്നെ അവിടെ എത്തിച്ചുകൊണ്ട് പരിശോധന നടത്തും. മുകളിൽ നിന്ന് ഇനിയും മണ്ണ് വീഴാൻ സാധ്യതയുണ്ടോ എന്ന കാര്യമടക്കം പരിശോധിക്കുമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് മന്ത്രിയും അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കൂടുതൽ ജാഗ്രത ആ പ്രദേശത്ത് വേണ്ടതുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ പരിശോധന ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വേണ്ടതുണ്ട്. കാരണം ദിനേന നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന ഒരു പ്രധാന വഴിയാണ്. ആ വഴിയിൽ ഇത്തരത്തിലൊരു മണ്ണിടിച്ചിൽ അപ്രതീക്ഷിതമായി ഉണ്ടായാൽ വലിയൊരു ദുരന്തത്തിലേക്ക് അത് വഴിവെക്കും. അത് തടയാനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ നടപടികളൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിൽ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. റോഷ്നി, ഷബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.